നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഡിസംബർ മാസത്തെ പുണർദ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. പുണർദ നക്ഷത്രം എന്ന് പറയുമ്പോൾ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയും വരുന്നത് മിഥുനക്കൂറിലും ശേഷം 15 നാഴിക വരുന്ന കർക്കിടകക്കൂറിലുമാണ്. അപ്പോൾ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാതകാധിപതിയായിട്ട് 12-ൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നു. അപ്പോൾ 12-ാം വ്യാഴം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ തന്നെ ദൈവാധീനക്കുറവ് എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അതിലൊരു 12-ാം ഭാവാധിപതി നഷ്ടസ്ഥാനത്ത് അഷ്ടമത്തിലേക്ക് പോവുകയും കൂടി ചെയ്തു എന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണമുണ്ട് മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതേപോലെ കയ്യിലേക്ക് വരുന്ന ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ശത്രുദോഷം കുറച്ച് സ്ട്രോങ് ആണ്. കാരണം ശത്രു സ്ഥാനാധിപതി രക്ഷാസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം രക്ഷിക്കേണ്ടവർ തന്നെ ശത്രുക്കളാകുക, സാമ്പത്തികമായിരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ സംസാരം കൊണ്ടൊക്കെ ശത്രുത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല സംസാരിച്ച് നമ്മളിൽ നിന്നും അകന്നു പോകാൻ ഇടവരിക എന്ന് പറയുന്നൊരവസ്ഥയാണല്ലോ. അപ്പോൾ ഈ ശത്രുദോഷത്തിൻ്റെ ഫലമായിട്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും മറ്റുള്ളവർക്ക് അപ്രിയമായിട്ട് തോന്നാൻ ഇടവരിക, അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാൻ ഇടവരിക. അപ്പോൾ എടുത്തിയാടിയുള്ള സംസാരം, അതേപോലെ തന്നെ ഭക്ഷണത്തിൽ അശുദ്ധി വരിക, സാമ്പത്തിക ഞെരുക്കം വർദ്ധിക്കുക, ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുക. അത് മാത്രമല്ല എല്ലാ ഭൗതിക സുഖങ്ങൾക്കും തടസ്സം വരിക എന്ന് പറയുന്നൊരവസ്ഥയാണ് ഈ സമയത്തുള്ളത്. അപ്പോൾ നല്ല യാത്രകൾക്ക് മുടക്കം വരിക, യാത്രകൾ കൊണ്ട് പ്രതീക്ഷിക്കുന്ന ഗുണമില്ലാതെ ഇരിക്കാനുള്ള സാധ്യത. അതുപോലെ മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ മേഖലകളിൽ നിന്നും പ്രതികൂലമായിരിക്കുന്ന അവസ്ഥാകാര്യങ്ങളാണ് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത. ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ ഉണ്ടാകുക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ടെൻഷൻ, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വീട് വിട്ട് മറ്റൊരു സ്ഥലത്ത് താമസിക്കാൻ ഇടവരിക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണ്. മാത്രമല്ല സഹായ സ്ഥാനാധിപതി നിവർത്തി സ്ഥാനത്തുള്ളത് കൊണ്ട് സഹായങ്ങൾ കിട്ടാൻ യോഗമുണ്ടെങ്കിലും ദാമ്പത്യ സുഖം പോലെയുള്ള കാര്യങ്ങൾക്ക് കുറച്ച് തടസ്സം വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ദൈവാധീനം ഉണ്ടാകാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ശത്രുദോഷ പരിഹാരമായിട്ട് ഗണപതി ഹോമം നടത്തുക. ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പുണർദ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് വലിയ തടസ്സങ്ങളില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് സർവാഭീഷ്ട സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് നല്ല ദൈവാധീനം ഏർപ്പെടുന്ന മേഖലകളിലൊക്കെ വിജയിക്കാൻ യോഗമുള്ളൊരു മാസമാണ്. എന്നാൽ പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗമുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ സൗന്ദര്യപ്പിണക്കം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭാഗ്യസ്ഥാനത്ത് അമൃതദോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം ഭാഗ്യത്തിന് ഇടയ്ക്കിടയ്ക്ക് മുറിവ് സംഭവിക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. എന്നാൽ പോലും മറ്റുള്ള രീതിയിലും കർമ്മസംബന്ധമായിട്ടൊക്കെ വളരെ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.